വിശ്വസിച്ച് എലിസബത്തിന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന പഴയ കാര്യം എലിസബത്ത് ഈ പറഞ്ഞ ബാലെടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ സാധനം ഒരു വെപ്പണായിട്ട് ഇയാൾ എടുത്തു വെച്ചിട്ട് സാഹചര്യം മുതലെടുക്കുവാണ്. ഇയാൾ ഭയങ്കര തോന്നിവാസമല്ലേ കാണിക്കുന്നത്. അതായത് ഈ ഒരു പേരും പറഞ്ഞായിരുന്നു ഇത്രയും നാള് ഈ പറയുന്ന പെൺകുട്ടിയെ ത്രട്ടൺ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ഒരു കാര്യത്തിൽ. അത് ഇന്റർവ്യൂകളിലും ഉണ്ട്, എന്താ ഇപ്പോൾ പോസ്റ്റായിട്ടും വന്നിട്ടുണ്ട്. ഇത്രയ്ക്കും ഡയറക്റ്റ്ലിയും ഇൻഡയറക്റ്റ്ലിയും ഒക്കെ ഭീഷണിപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ട് ആർക്കും ഒരു പ്രശ്നമില്ല. അതെന്താ പ്രശ്നമില്ലാത്തത്? ഇപ്പം ഈ ത്രട്ടണിങ് ഒക്കെ ഇത്ര സിമ്പിൾ കാര്യമായോ? എനിക്കറിയാത്ത കാരണം ചോദിക്കണതാ. ഇത്ര കാലം ഫേക്ക് അക്കൗണ്ട് എന്നാ വരണമെന്നെങ്കിലും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ സ്വന്തം അക്കൗണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ബഗ് കയറിയിട്ടാണോ ഇങ്ങനെയൊക്കെ വരുന്നത്? ലൈക്ക് അറിയാൻ വയ്യ എന്നിട്ട് ചോദിക്കണതാ. ഞാൻ എന്തായാലും ഈ വീഡിയോ ഇടുന്ന നിർത്താൻ പോകുന്നില്ല. എൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും, കാരണം ഇന്നെങ്ങാണ്ടും നന്നായിട്ട് അല്ലാതെ നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മയുള്ളത് നിങ്ങൾക്ക് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവം കൊണ്ടുവന്ന് തന്നതാണ് നിന്നെ എനിക്കെന്ന്. കേട്ടല്ലോ, ഇതിന് തന്നെ എവിഡന്റ് ആണ്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷമാണ് എലിസബത്തിനെ ലൈഫിലോട്ട് സ്വീകരിച്ചത്. ആരാണ്? ഈ പറയുന്ന ബാല. എന്നിട്ട് ഈ ബാല ഇപ്പം പറയുന്നത് എന്തുവാ? അതായത് നീ എന്നെ ഏമാത്തിയിട്ടിരിക്കെ, അതായത് നിന്റെ മുന്നേ ഉള്ള കാര്യങ്ങളൊന്നും നീ എന്നോട് പറഞ്ഞിട്ടില്ല, പറയാതെ ആയിരുന്നു നീ എന്റെ ലൈഫിലോട്ട് വന്നേന്നാണ് ബാല പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ശരിക്കും ഈ വിഷയത്തിൽ നമുക്ക് വേറെ ഒന്നും കൂടുതൽ പറയാനില്ല. ഇയാളുടെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കണം. കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു തീരുമാനമാവത്തുള്ളൂ. എലിസബത്ത് വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് എല്ലാം പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കുക. ഇയാളെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യണം. കാര്യം ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇയാൾ കാണിച്ചിരിക്കുന്ന അത്രത്തോളം തോന്നിവാസമാണ്. ഒരു പെൺകുട്ടികളുടെ അടുത്തും ഇയാൾ ഇനി ഇതുപോലെയുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കരുത്. ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.